അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മകൻ ധ്യാൻ പൊട്ടിക്കരയുകയായിരുന്നു. ആളുകളെ കുടുകുടാ ചെയ്യിപ്പിച്ചു മാത്രമേ ധ്യാനിനെ ഇന്നുവരെ മലയാളികൾ കണ്ടിട്ടേയുള്ളൂ. അങ്ങനെയുള്ള ധ്യാൻ പെട്ടെന്നൊരു നിമിഷം പൊട്ടിക്കരഞ്ഞപ്പോൾ അത് മലയാളികളുടെ ഹൃദയത്തിലാണ് തളച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ബാധിച്ച് ശ്രീനിവാസൻ സർ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വേദനയിൽ തന്നെയാണ് ഇന്നും ആ താരകുടുംബം. അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു. ചടങ്ങുകളൊക്കെ തന്നെയും അവരുടേതായ രീതിയിൽ തന്നെയാണ് പൂർത്തീകരിച്ചതും. അവസാന നാളിൽ അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അച്ഛൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ബുക്കും അല്ലാതെ ഒരു പേപ്പറും ഒരു പേനയും തന്റെ അരികിൽ തന്നെ വേണമെന്നുള്ളത്. അത് മക്കളായ ധ്യാനും വിനീതും സാധിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ മുഹൂർത്തങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നടന്ന പല കാര്യങ്ങളും മലയാളികൾ കാണുകയും ചെയ്തത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ശ്രീനിവാസൻ സാറിൻ്റെത്. അദ്ദേഹത്തിന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു. എങ്കിലും നീണ്ട നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വാർദ്ധക്യ സഹജമായ പല രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഒടുവിൽ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വേദനയിൽ നിന്നും ഇന്നും കരകയറാൻ ആ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ശ്രീനിവാസൻ സാറിന്റെ ഇളയ മകനായ ധ്യാനെ എന്നും മലയാളികൾ ചിരിച്ച മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. രസകരമായ രീതിയിലാണെങ്കിൽ പോലും അച്ഛനെ എതിർത്തു പറയുന്ന ഒരു മകൻ കൂടിയാണ് ധ്യാന്. തിരിച്ച് ശ്രീനിവാസൻ സാറിന് ധ്യാനോടുള്ള സമീപനവും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛന്റെ നിലപാടുകൾ എന്നും പരിഹസിച്ചു കണ്ടിരുന്ന ഒരു മകൻ കൂടിയായിരുന്നു ധ്യാന്. അച്ഛന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിരുന്നത് വിനീതുമായിരുന്നു. ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാത്സല്യം എന്നും ധ്യാനിനോട് ശ്രീനിവാസൻ സാറിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അച്ഛനെ അത്രമാത്രം മനസ്സിലാക്കിയ ഒരു മകൻ കൂടിയായിരുന്നു ധ്യാൻ. ധ്യാനിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛന്റെ മരണം താങ്ങാവുന്നതിലുമേറെയായത്. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ അവസാനമായി ചെയ്യുന്ന സമയത്ത് പോലും ധ്യാനിന് വിറയ്ക്കുകയായിരുന്നു കൈകൾ. അച്ഛന്റെ മൃതദേഹം അങ്ങനെ ജീവനില്ലാതെ കടന്നത് കണ്ടപ്പോൾ ധ്യാനിന് അത് സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു. എങ്കിലും തന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി കുടുംബങ്ങൾക്ക് വേണ്ടി ചടങ്ങുകൾ നടക്കുന്ന വേദിയിൽ തന്നെ തുടരുകയായിരുന്നു. എങ്കിലും മലയാളികൾക്കറിയാം ധ്യാനിന്റെ മുഖത്ത് നിന്നും തന്നെ അദ്ദേഹം എത്രമാത്രം ചങ്കുപൊട്ടി മനസ്സിൽ കരയുന്നുണ്ട് എന്ന്. റിപ്പീറ്റഡ് വാല്യുള്ള ഒരുപാട് സിനിമകളാണ് മലയാളത്തിന് വേണ്ടി ശ്രീനിവാസൻ സർ സമ്മാനിച്ചിട്ടുള്ളത്. അന്നും ഇന്നും ഒരുപാട് കാര്യങ്ങൾ ശ്രീനിവാസൻ സാറിന്റെ സിനിമകളിൽ നിന്നും മലയാളികൾക്ക് പഠിക്കാനുണ്ട്. റിപ്പീറ്റഡ് വാല്യുള്ള ഒരുപാട് ഒന്നിൽ കൂടുതൽ സിനിമകളാണ് അദ്ദേഹം മലയാളത്തിനായി സമ്മാനിച്ചത്. അന്നും ഇന്നും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനും എഴുത്തുകാരനും സംവിധായകനും ഒക്കെ തന്നെയാണ് ശ്രീനിവാസൻ സർ.